ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഹെറിറ്റേജ് സൈറ്റിൻ്റെ മുന്നിലാണ്. വേറെ എവിടെയല്ല, റെഡ് ഫോർട്ട് അല്ലെങ്കിൽ ചെങ്കോട്ടയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. 17-ാം നൂറ്റാണ്ടിൽ മുഗൾ ചക്രവർത്തിയായിട്ടുള്ള ഷാജഹാനാണ് ഈ ഒരു റെഡ് ഫോർട്ട് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഇപ്പം ഞങ്ങൾ റെഡ് ഫോർട്ടിൻ്റെ മെയിൻ എൻട്രൻസ് വഴി അകത്തോട്ട് കടക്കുകയാണ്. ഈ മെയിൻ എൻട്രൻസിൻ്റെ പേര് ലാഹോറി ഗേറ്റ് എന്നാണ്. ലാഹോറി ഗേറ്റിന് മുന്നിൽ എല്ലാ സമയത്തും എല്ലാ ദിവസങ്ങളിലും ഇന്ത്യൻ പതാക ഉയർത്തിയിട്ടുണ്ടാകും. ഓഗസ്റ്റ് 15-ാം തീയതി ഇൻഡിപെൻഡൻസ് ഡേക്ക് നമ്മളുടെ പ്രൈം മിനിസ്റ്റർ പതാക ഉയർത്തുന്നത് റെഡ് ഫോർട്ടിലെ ലാഹോറി ഗേറ്റിന് മുകളിൽ വെച്ചിട്ടാണ്. മെയിൻ എൻട്രൻസ് കഴിഞ്ഞാൽ കോട്ടക്കുള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മൾ ആദ്യം എത്തുന്ന ഈ ഒരു ഏരിയൻ്റെ പേരാണ് ചത്ത ചൗക്ക് അല്ലെങ്കിൽ ചത്ത ബസാർ. മുഗൾ ഭരണകാലത്ത് ഈ ഒരു മാർക്കറ്റിലെ ഷോപ്പുകളിലെല്ലാം തന്നെ രാജകുടുംബങ്ങൾക്കായിട്ടുള്ള ആഡംബര വസ്തുക്കളായിരുന്നു വിറ്റിരുന്നത്. ഇപ്പോൾ ഒരുപാട് ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ സെയിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു മാർക്കറ്റിന് മുകളിൽ റൂഫുണ്ട്. ഇത്തരം മേൽക്കൂരയുള്ള ഷോപ്പുകളൊക്കെ ആ കാലത്ത് 17-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ വളരെ അപൂർവമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. മുഗൾ രാജവംശത്തിൻ്റെ ആദ്യത്തെ തലസ്ഥാനം ആഗ്രയിലായിരുന്നു. അതിനുശേഷമാണ് ഡൽഹിയിലുള്ള ഈ ഒരു റെഡ് ഫോർട്ടിലേക്ക് അവരുടെ തലസ്ഥാനം മാറ്റിയിട്ടുണ്ടായിരുന്നത്. 1638-ലാണ് ഷാജഹാൻ ചക്രവർത്തി യമുന തീരത്ത് ഈ ഒരു റെഡ് ഫോർട്ടിൻ്റെ പണികൾ ആരംഭിക്കുന്നത്. അതിനുശേഷം 17-ാം നൂറ്റാണ്ട് മുതൽ മുഗൾ ഭരണാധികാരികൾ താമസിച്ചിരുന്നത് ഈ കോട്ടയിലാണ്. ഇവിടുത്തെ ഷോപ്പിംഗ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് ആയിരുന്നു ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നല്ല തൊപ്പികളും ഷോളുകളും ഓർണമെൻറ്റ്സും ഒക്കെ ഇവിടെ ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. ഇപ്പോൾ കാണുന്ന ഈ ബിൽഡിങ്ങിൻ്റെ പേരാണ് നോബാത് ഖാന. മുഗൾ കൊട്ടാരങ്ങളുടെ കവാടത്തിൽ തന്നെ കണ്ടുവരുന്ന വാദ്യസംഘങ്ങളുടെ കേന്ദ്രമാണ് നോബാത് ഖാന. മുഗൾ ഭരണകാലത്ത് ഇവിടെ 5 നേരവും വാദ്യാലാപനം ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ ഈ ബിൽഡിങ്ങിൽ ഇന്ത്യൻ മിലിറ്ററിയുടെ കുറേ പഴയ ആയുധങ്ങളൊക്കെയാണ് സൂക്ഷിച്ച് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു റെഡ് ഫോർട്ട് 2007 യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇടം നേടിയിട്ടുണ്ട്. റെഡ് ഫോർട്ടിൻ്റെ ആകെ ഏരിയ വരുന്നത് 2 കിലോമീറ്ററാണ്. അതുകൊണ്ട് തന്നെ കുറേ നടന്ന് കാണാനുണ്ട് ഇവിടെ. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ പേരാണ് ദിവാൻ ഇ ആം. മുഗൾ കൊട്ടാരങ്ങളിൽ ചക്രവർത്തികൾ സാധാരണ ജനങ്ങളുമായിട്ട് സംവദിക്കുന്ന വിശാലമായിട്ടുള്ള മണ്ഡപമാണ് ഈ ഒരു ദിവാൻ ഇ ആം എന്ന് പറയുന്നത്. ഇവിടെ വെച്ചിട്ടാണ് സാധാരണ ആൾക്കാരെ അഡ്രസ്സ് ചെയ്യുന്നതൊക്കെ. മുഗൾ ചക്രവർത്തിക്ക് ഒഫീഷ്യൽസിനെ കാണാൻ വേണ്ടിയിട്ടുള്ളതും അതുപോലെ തന്നെ ആനിമൽ ഫൈറ്റിന് വേണ്ടിയിട്ടുള്ളതും അങ്ങനെ ഓരോരോ കാര്യങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇഷ്ടംപോലെ ബിൽഡിങ്സ് ഒക്കെ ഇവിടെയുണ്ട്. ഇവിടെ വെച്ചിട്ടാണ് ആനിമൽ ഫൈറ്റ് നടത്തിയിരുന്നത്. ഈ ഒരു ബിൽഡിങ് മാർബിളിലാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. കുറേ കൊത്തുപണികളൊക്കെയുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബിൽഡിങ്ങാണിത്. റെഡ് ഫോർട്ട് കാണുന്നതിനായിട്ട് ഒരാൾക്ക് 250 രൂപയാണ് എൻട്രി ഫീ വരുന്നത്. അതുപോലെ തന്നെ നമ്മൾക്ക് ഇവിടെ വരാനായിട്ട് മെട്രോയിൽ ലാൽ ഖില എന്നുള്ള സ്റ്റോപ്പിലാണ് ഇറങ്ങേണ്ടത്. റെഡ് ഫോർട്ടിൻ്റെ വേറൊരു പേരാണ് ലാൽ ഖില.